ആ മദറിന്റെ തൊട്ടടുത്ത് അപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചി നിൽപ്പുണ്ട്. ആ ചേച്ചിയുടെ പേര് എന്താണ്? സുമ. സുമ എന്ന് പറഞ്ഞൊരു ചേച്ചി നിൽപ്പുണ്ട്. ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിത്യജീവിതത്തിൽ പ്രശ്നമാവും. എന്താണ്? ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ കണക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ ഫാദറിൽ നിന്ന് മദറിലേക്ക് കണക്ട് ചെയ്തു, ഫാദറിൽ നിന്ന് സുമയിലേക്ക് കണക്ട് ചെയ്തു. അങ്ങനെ വരാൻ പറഞ്ഞ അങ്ങനെ വന്ന പ്രശ്നമായി. കാരണം ഒരു ഹസ്ബൻഡിന് ഒരു വൈഫ് പാടുള്ളൂ. രണ്ട് വൈഫ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇടി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വരാൻ പാടില്ല. അതിന്റെ അർത്ഥം ഒരു ഇൻപുട്ടിന് എത്ര ഔട്ട്പുട്ട് പാടുള്ളൂ? ഓൺലി വൺ ഔട്ട്പുട്ട്. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയും. എന്താണ്? ഫംഗ്ഷൻ എന്ന് പറയും. ക്ലിയർ ആണോ? ഇപ്പൊ നിങ്ങൾ ഒരു മെഷീൻ, ഒരു പൊടിപ്പിക്കുന്ന ഒരു മെഷീൻ, ആ മെഷീനിലേക്ക് നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ റൈസ് ഇട്ട് സാധാരണ നമ്മൾ പറയാറുള്ളതാണ് റൈസ്. പുറത്തേക്ക് ഇടുന്ന എന്താണ്? അരിപ്പൊടി അല്ലെങ്കിൽ റൈസ് പൗഡർ ആണ് നമുക്ക് കിട്ടുക. ക്ലിയർ? അല്ലാണ്ട് നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ ഗോതമ്പൊടി കിട്ടോ? ഇല്ല. എന്നാൽ അരിയുടെ ഒപ്പം ഗോതമ്പ് കൂടി ഇട്ടാലോ? അപ്പോഴും നിങ്ങൾക്ക് ഒരൊറ്റ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അരിപ്പൊടി വേറെ ഗോതമ്പൊടി വേറെ, അങ്ങനെ മാറി മാറി വരില്ല, ഒറ്റ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ ഈ മെഷീനറി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയാം. ഇനി നിങ്ങളുടെ ടീച്ചർ, സ്കൂളിൽ പഠിക്കുന്ന ടീച്ചർ, ദിസ് ഈസ് യുവർ ടീച്ചർ. ആ ടീച്ചറിലേക്ക് നിങ്ങൾ തെറ്റായ ആൻസർ കൊടുത്തു പരീക്ഷയ്ക്ക്, റോങ് ആൻസർ പരീക്ഷയ്ക്ക് കൊടുത്തു എങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്തായിരിക്കും? നെഗറ്റീവ്. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുത്തു, അപ്പോൾ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? പോസിറ്റീവ്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ. ഒരു ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ട് കിട്ടിയോ? ഒരാളെ കേസിൽ പെടുത്തി ഒരാൾ ജയിലിലായിരുന്നു. സപ്പോസ് എ പേഴ്സൺ ഇൻ എ ജയിൽ. ഒരാൾ ജയിലിൽ കിടക്കുകയാണ്. ഓക്കെ, ആ ജയിലിൽ അയാൾ കിടക്കുമ്പോൾ കോടതിയിലേക്ക് അയാളെ കൊണ്ടുപോയി. ദിസ് ഈസ് കോർട്ടിലേക്ക് അയാൾ എന്താണ് പിടിച്ചു കഴിഞ്ഞാൽ ജയിലിൽ എപ്പോഴാൻ പറ്റില്ല. അയാളെ ഒരു ദിവസം സ്റ്റേഷനിൽ ജയിലിലിട്ടു, അയാളെ നമ്മൾ കോടതി കൊണ്ടുപോയി ചെന്നു. കോടതിയിൽ വന്നേക്കാണ് അയാൾ. കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരും. ഒന്നില്ലെങ്കിൽ അയാൾ എന്താണ് വീണ്ടും ജയിലിലേക്ക് വരും. കാരണം അയാൾ എന്താണ് കുറ്റം ആരോപിക്കപ്പെട്ട് കുറ്റവാളിയാണ്. അല്ലെങ്കിൽ അയാൾ എന്താണ് അയാളുടെ വീട്ടിലേക്ക് പോവാം. മനസ്സിലായി? അപ്പൊ കോടതി എന്താ ചെയ്യുന്നത്? ഒരു ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. കാരണം ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ, രണ്ട് ഔട്ട്പുട്ട് ഉണ്ടാവും. അയാൾ വീട്ടിലോട്ടും പോക്കോ ജയിലിലും പോക്കോ, അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. പറയാൻ മനസ്സിലായോ? അപ്പോ ഫംഗ്ഷന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ടാണ്. വൺ ഔട്ട്പുട്ട് ഫോർ വൺ ഇൻപുട്ട്. ശരിക്കും മനസ്സിലാകുന്ന ഒരു ചേട്ടനെ, ഒരു പുരുഷന് രണ്ട് വൈഫ് പാടില്ല. അങ്ങനെ ആലോചിക്കാം. ഓൺലി വൺ വൈഫ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഒരു പുരുഷന് രണ്ട് വൈഫ് പാടില്ല. ക്ലിയർ ആണോ? യെസ്. ഒരു ഫാദറിന് എന്താണ് ഒരു ഡോക്ടർ ആവാം, ഒരു സണ്ണും ആവാം. അപ്പൊ ഇത് ഫംഗ്ഷൻ ആണോ സർ? യെസ്. കാരണം എഫ് എന്നൊരു ഇൻപുട്ട് എടുത്താൽ ഡി എന്ന് പറയുന്ന ഒരു എന്താണ് ഔട്ട്പുട്ട്, എഫ് എന്ന് പറയുന്ന ഇൻപുട്ട് എടുത്തുന്ന എസ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട്. അപ്പൊ ഇവിടെ എത്ര ഔട്ട്പുട്ട് വന്നു സർ? രണ്ട് ഔട്ട്പുട്ട് വന്നു. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണോ? അല്ല. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? അത് നമ്മൾ പറഞ്ഞത് എല്ലാ റിലേഷൻസും ഫംഗ്ഷൻസ് അല്ല. ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി വൺ ഔട്ട്പുട്ട്, ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ, അതാണ് ഫംഗ്ഷൻ. അപ്പൊ ഇതെന്താണ് സാർ? ഇത് റിലേഷൻ ആണ്. സോ ദാറ്റ് മീൻസ് ഓൾ റിലേഷൻസ് ആർ നോട്ട് എന്താണ് ഫംഗ്ഷൻസ്. എല്ലാ റിലേഷൻസും എന്തല്ല ഫംഗ്ഷൻസ് അല്ല. പക്ഷെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഒരു റിലേഷൻ ആയിരിക്കും. സോ ഓൾ റിലേഷൻസ് ആർ നോട്ട് എന്താണ് ഫംഗ്ഷൻസ്. അത് ഫംഗ്ഷൻ അല്ല. ബട്ട് ഓൾ ഫംഗ്ഷൻസ് ആർ റിലേഷൻസ്. എല്ലാ ഫംഗ്ഷൻ എന്താണ്? റിലേഷൻ ആണ്. ക്ലിയർ? യെസ്. ഇനി മറ്റൊരു തരത്തിൽ പറയാം. നമ്മുടെ ലൈഫിൽ പറയാറുണ്ട് നമുക്ക് ലവ് ആൻഡ് ലൈക്ക്. രണ്ട് വാക്കുകൾ പറയാറുണ്ട്, ലവ് ആൻഡ് ലൈക്ക്. ഇപ്പൊ എനിക്കൊരു പേന വാങ്ങി, ഞാൻ ആ പേന എനിക്ക് ഇഷ്ടമാണ്, അതിന്റെ മഷി തീർന്ന് കളയും. ആ പേന മഷി തീരുന്നവരെ ഇഷ്ടമാണ്, എനിക്ക് അതിനൊരു സ്നേഹമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ഒരു പേന തന്നാലോ, എനിക്ക് അതിനോട് എന്തുണ്ടാവും? ഒരു ലവ് ഉണ്ടാവും. ഞാൻ കളയില്ല. പേന തീർന്ന മഷി തീർന്നാലും കളയില്ല. ചിലപ്പോൾ അതിനെ കൊണ്ട് എഴുതുപോലും ഇല്ല, സൂക്ഷിച്ചു വെക്കും. അപ്പോ ലവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫാദറിന് നിങ്ങളോട് ലവ് ഉണ്ട്, മദറിനുണ്ട്, ബ്രദറിനുണ്ട്, ഒക്കെയുണ്ട്. എല്ലാവർക്കും നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനോട് സ്നേഹമുണ്ട്. നമ്മളൊരു കൂട്ടുകാരനെ സ്നേഹിക്കാൻ കാരണം അവനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ചിലപ്പോൾ സ്വഭാവം ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും അവന്റെ കണ്ടിഷ്ടം. അപ്പൊ എല്ലാ ലവിലും ഒരു ലൈക്ക് ഉണ്ട്.
നമുക്കൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷെ എല്ലാ ഇഷ്ടത്തിലും സ്നേഹമുണ്ടോ? ഇപ്പൊ നമ്മളെ തൊട്ടടുത്തുള്ള അയൽപ്പക്കാർക്കൊക്കെ നമ്മളെ ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണ്, നിങ്ങളെയൊക്കെ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ? അഗാധമായ സ്നേഹം. നിങ്ങൾക്ക് ഒരു ആപത്ത് വന്നപ്പോൾ ഓടി വന്ന് പൈസ മുഴുവൻ മുടക്കി അവരുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ച് നിങ്ങളെ സഹായിക്കുമോ? ഇല്ല. കാരണം എന്താ? നിങ്ങളെ ഇഷ്ടമാണോ? ഒക്കെ ശരിയാണ്, പക്ഷെ നിങ്ങളോട് എന്തില്ല? സ്നേഹമില്ല. എല്ലാവരും നമ്മളെ സ്നേഹിക്കില്ല. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ എന്ത് ചെയ്യില്ല? സ്നേഹിക്കില്ല. ഈ ലൈക്കിനെ നമുക്ക് റിലേഷനായിട്ട് കണക്ട് ചെയ്യാം, ലവിനെ നമുക്ക് ഫംഗ്ഷനായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലായി, എല്ലാ ഫംഗ്ഷനും എല്ലാ ലവിലും എന്തെങ്കിലുമൊക്കെ ഒരു ലൈക്ക് ഉണ്ടാവും. മനസ്സിലായോ? ക്ലിയർ? അപ്പൊ എല്ലാ ഫംഗ്ഷൻസിലും എന്തുണ്ടാവും? ഒരു റിലേഷൻ ഉണ്ടാവും. ബട്ട് എല്ലാ റിലേഷനിലും എന്തില്ല? ഫങ്ഷൻസ് ഇല്ല. എല്ലാ ലൈക്കിലും എന്തില്ല? ലവ് ഇല്ല. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Functions and their types. നമ്മൾ പറയുകയാണ്, a function can be looked upon a machine that processes every given input into produce a specific output. Consider the following example. ഓറഞ്ച് ജ്യൂസിൽ കയറി വരുമ്പോൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാവും. ആപ്പിൾസ് ജ്യൂസറിലാണെങ്കിൽ എന്താണ്? ആപ്പിൾ ജ്യൂസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഈ ജ്യൂസർ എന്ന് പറയുന്ന ആള് എന്തായിട്ട് പ്രവർത്തിക്കുകയാണ്? നമ്മുടെ മിക്സി. അതൊരു ഫംഗ്ഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഫോർ എവറി റോ മെറ്റീരിയൽ ദർ ഇസ് എ സ്പെസിഫിക് പ്രോഡക്റ്റ്. ദി ജ്യൂസർ ആക്ട് ആസ് എ ഫംഗ്ഷൻ. ദെൻ ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ ടീച്ചർ നെഗറ്റീവ് മാർക്ക് തരും, കറക്റ്റ് ആൻസർ ആണെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യും? പോസിറ്റീവ് മാർക്ക് തരും. ഓക്കെ, സോ വെൻ ദ സ്റ്റുഡൻസ് ഗീവ് ഇൻകറക്റ്റ് ആൻസർ, ദ evaluation is negative mark. On the other hand, the correct answer, which is positive mark. In this example, the teacher act as a function. Clear? In the world of mathematics, a function is formally defined as under let x and y be any two non-empty set, a function f from x to y denoted by this function denoted by x in y is defined as a rule which connect every element of x with a unique element of y. കണ്ടോ, ഇത് കണക്ട് ചെയ്യുന്നതാണ് ഈ എക്സിലെ എല്ലാ എലമെന്റിനെയും വൈയിലെ ഏതെങ്കിലും ഒരു എലമെന്റുമായിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. എക്സിലെ എല്ലാ എലമെന്റിനെയും വൈയിലെ എന്താണ്? ഒരു എലമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. എക്സിലെ ഒരു എലമെന്റിനെ വൈയിലെ കുറെ എലമെന്റുമായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. ഓൺലി എന്താണ്? വൺ എലമെന്റ്. സപ്പോസ് ദിസ് ഈസ് എക്സ് ആൻഡ് ഇവിടെ വൈ ആണ്, ഇവിടെ 1 2 3 ഉണ്ടെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഓൺലി വൺ ഒരെണ്ണം മാത്രം എന്ത് ചെയ്തു? കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, for an x belongs to capital S, f of x is called the image x under f. Clear? അപ്പൊ നമ്മൾ ഇവിടെ ഒരു സാർ ഒരു ഇത് വരയ്ക്കണം, എക്സ്. ഇവിടെ ഒരു ഇത് വരയ്ക്കും, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. വൈ ഇവിടെയാണ് എ ബി സി, ഇവിടെയാണ് 1 2 3 4. ഇവിടെ എന്ന് 1ലേക്ക്, ബിന്ന് 2ലേക്ക്, സിന്ന് 3ലേക്ക്. ഇവിടെ x belongs to x, f of x is called the image x under f. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ a,1 ഇതാണ് ആ ഫംഗ്ഷനിൽ ഉത്തരം വരുന്നത്. 2 b,2. ഓക്കെ, പിന്നെ വരുന്നത് c,3. ഈ മൂന്നെണ്ണത്തില് ഈ ആദ്യം കിടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമേജ്. f of x is called the image x under f. രണ്ടാമത് കിടക്കുന്നത്, ഈ രണ്ടാമത് കിടക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമേജ്. എന്താണ്? ഇമേജ്. ആദ്യം കിടക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? ഡൊമൈൻ. എന്താണ്? ഡൊമൈൻ. x is known as the domain of the function f and y is known as the codomain of the function f. എന്താണ് അങ്ങനെ പറയണത്? ഇവിടെ ഈ 4 വരുന്നില്ല. ഇവിടെയുള്ള എല്ലാവരെയും ചേർത്ത് നമ്മൾ എന്ത് പറയും? കോഡൊമൈൻ. എന്താണ്? കോഡൊമൈൻ. ദിസ് ഈസ് കോഡൊമൈൻ. ഓക്കെ, ആദ്യം കിടക്കുന്ന ആള് നമ്മൾ എന്ത് വിളിക്കും? ഡൊമൈൻ. ഓക്കെ, രണ്ടാമത് കിടക്കുന്ന ആൾ എന്താ പറയുക? ഇമേജ്. ഇനി റേഞ്ച് ഓഫ് എഫ് ഈസ് ആസ് ഡിഫൈൻഡ് ആസ് സെറ്റ് ഓഫ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബിലോങ്സ് ടു എക്സ്. ഇതിനെ നമ്മൾ എന്ത് പറയും? റേഞ്ച് എന്ന് പറയും. ഓക്കെ, ഇമേജ് അല്ലെങ്കിൽ എന്താണ്? റേഞ്ച്. ഇത് നമ്മൾ +1 പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒന്നുകൂടി നമ്മളൊന്ന് റിവൈസ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, സം ബേസിക് ഫങ്ഷൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ബേസിക് ഫങ്ഷൻസ് ആണ്. അത് ഓൾറെഡി +1 പഠിച്ചതാണ്, എന്നാലും ഒന്ന് ഡിസ്കസ് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. കെ ഈസ് എ ഫിക്സ്ഡ് റിയൽ നമ്പർ, ദെൻ ഫംഗ്ഷൻ ഇസ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ വായിച്ചു നോക്കാം. ഇതിനകത്ത് കോൺസ്റ്റന്റ്, സപ്പോസ് നിങ്ങൾ എക്സിന് എന്ത് വില കൊടുത്താലും വൈക്ക് ഒരു വില തന്നെ.
എക്സ് ഇസ് ഇക്വൽ ടു വൈ ഇസ് ഇക്വൽ ടു ഇവിടെ 3 ആണ് വിചാരിക്കും. നിങ്ങൾ എക്സ് 1 കൊടുത്താലും വൈക്ക് 3, എക്സിന് 2 കൊടുത്താലും വൈക്ക് 3. അപ്പൊ ഇങ്ങനെ 1 3 2 3 4 3 5 3 എല്ലാം 3 3 3 3 3 ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായ? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കെ എന്താ എഫ് ഓഫ് എക്സ്. വാട്ട് ഡു യു മീൻ ബൈ എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈനാണ് ഉദ്ദേശിക്കുന്നത്. വൈ ക്ലിയർ. വൈ ഇസ് ഇക്വൽ ടു കെ. കെ മീൻസ് എനി കോൺസ്റ്റന്റ് നമ്പർ. ക്ലിയർ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, the domain of the constant function f of k is the set of real number, all real number. Domain എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഏത് നമ്പർ വേണമെങ്കിലും വരാം, എല്ലാ റിയൽ നമ്പേഴ്സും 0 വരാം, 1 വരാം, 2 വരാം. അപ്പൊ എക്സ് എന്ന് പറയുന്ന ആ സെറ്റിനകത്ത് 1 2 0 എനി നമ്പർ, അതാണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. ഡൊമൈൻ റിയൽ നമ്പർ ആണ്. റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു സംഖ്യ തന്നെയായിരിക്കും. കാരണം y സമം 3 ആണെങ്കിൽ റേഞ്ച് എപ്പോഴും എന്തായിരിക്കും, 3 തന്നെ ആയിരിക്കും. ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഇത് ഒരു എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. വിച്ച് ഇസ് എബോവ് ഓർ ബിലോ ദ എക്സ് ആക്സിസ് അക്കോർഡിംഗ് ടു ആസ് കെ ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. കെ പോസിറ്റീവ് ആണെങ്കിൽ ഇത് മുകളിലായിരിക്കും, കെ നെഗറ്റീവ് ആണെങ്കിൽ താഴെയായിരിക്കും. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ദാറ്റ്സ് വെരി ഈസി ആണ് മനസ്സിലാക്കാനായിട്ട്. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അതായത് എക്സ് 1 ആണെങ്കിൽ വൈയും 1, എക്സ് 2 ആണെങ്കിൽ വൈയും 2. ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ ആണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ നമ്മൾ എന്താണ് ഈ ഒറിജിനിലൂടെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ ഫംഗ്ഷൻ ദാറ്റ് അസോസിയേറ്റ് ഈച്ച് റിയൽ നമ്പർ ടു ഇറ്റ് സെൽഫ്, അതേ റിയൽ നമ്പർ അതിനോട് തന്നെ, ഇസ് കോൾഡ് ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആൻഡ് ഇസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ I. Thus I is equal to R to R defined by I of x is equal to x. For all of x belongs to R is called the identity function. The domain and range of the identity functions are both equal to R. Domain range would same ആയിരിക്കും. Okay. It is a straight line passing through the origin and inclined at an angle of 45 degree with the x axis. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ലൈൻ ഒരു 45 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. എക്സ് ആക്സിസുമായിട്ട് ഒരു 45 ഡിഗ്രി ഉണ്ടാക്കിയിട്ട് പോകുന്ന ലൈനാണ്. നെക്സ്റ്റ് മോഡുലസ് ഫംഗ്ഷൻസ്. മോഡുലസ് ഫംഗ്ഷൻ ഈ ഒരു സംഭവം നമ്മൾ ശരിക്കും ഓർത്തിരിക്കുന്നത്, എപ്പോഴും എക്സാമിന് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മോഡുലസ് ഫംഗ്ഷൻ. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ സമ മോഡുലസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വില നമ്മൾ എന്താണ് എടുക്കുന്നില്ല. എക്സിന്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എടുക്കുന്നില്ല. ഇഫ് എക്സ് എന്ന് എടുക്കണം എങ്ങനെയാണെങ്കിൽ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സിന്റെ വില പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഉത്തരം എന്തെടുക്കണം, എക്സ്. വൈയുടെ വില എന്താണ്, എക്സ് എന്ന് എടുക്കണം. എക്സിന്റെ വില നെഗറ്റീവ് ആണെങ്കിൽ വൈയുടെ വില എന്താണ്, നെഗറ്റീവ് എക്സ് എന്ന് എടുക്കണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. എഫ് ഓഫ് എക്സ് എന്താണ്, എക്സ്. അങ്ങനെ വരുമ്പോൾ ഇതാണ് ഇങ്ങനെ വരും ഗ്രാഫ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് ആണെങ്കിലോ ഇങ്ങനെ എടുക്കണം. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ നിങ്ങൾ, നേരത്തെ വരച്ചതിന്റെ ഹാഫ്, നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു സൈഡ് ലൈൻ വരച്ചില്ല, അതിന്റെ ഒരു പകുതിയാണ് ഇവിടെ ഉള്ളത്. അതായത് ഇവിടെ ഉള്ളതിന്റെ ഒരു ഇമേജ് ആണ് ഇപ്പുറത്ത് വരുന്നത്. കണ്ടോ? ഈസ് കോൾഡ് ദ മോഡുലസ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ദ അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ. Domain of the modulus function is a set of all real numbers. Domain എന്ന് പറയുമ്പോൾ എക്സ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അങ്ങനെ പോവാം. ആൻഡ് ദ റേഞ്ച് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. റേഞ്ചിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എല്ലാം നോൺ നെഗറ്റീവ് ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് എക്സ് ആണ്. റേഞ്ച് എപ്പോഴും എന്തായിരിക്കും, നോൺ നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? For x greater than or equal to 0, the graph coincides with the graph of the identity function. Identity function പോലെയാണ്. The line y is equal to x, and for x less than 0, it is coincident to the line y is equal to minus x. എന്താ y is equal to minus x നെ പോലെ ഇരിക്കും. മൈനസ് എക്സ് ആണെന്നല്ല, പോലെ ഇരിക്കും. അതൊന്നും നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് is greatest integer function. For any real number x, we use the symbol, this symbol, to denote the greatest integer less than or equal to x. For example, നമ്മളിപ്പോ 2.75 എന്ന് പറയുന്ന സംഖ്യ, അതിന്റെ ഈ കുത്തിന്റെ ഇപ്പുറം കിടക്കുന്ന ആരാണ്, 2. ഇപ്പൊ 2 എഴുതി. ഓക്കെ. ഇനി വെറും 3 ആണെങ്കിൽ ഉത്തരം 3 തന്നെ. 0.74ന്റെ ഈ കുത്തിന് ഇപ്പുറമുള്ള സംഖ്യ എന്താണ്, 0. അത് എഴുതി. പോസിറ്റീവ് സംഖ്യയൊക്കെ വളരെ എളുപ്പമാണ് അങ്ങനെ എഴുതാൻ. എന്നാൽ ഇത് നോക്കി, -7.45. ഈ -7 ഇപ്പൊ നമ്മളിപ്പോ ഇത് വരയ്ക്കുകയാണെങ്കിൽ 0 കഴിഞ്ഞാല് -1 കഴിഞ്ഞാല് -7 കഴിഞ്ഞാല് ആണ് നെഗറ്റീവ് 8. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കാം നെഗറ്റീവ് 8 ഇസ് ലെസ് ദാൻ -7. -7 ചെറുതാണ് ആര്, -8. അപ്പൊ -7.45ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് -7 ചെറിയ സംഖ്യ എടുക്കണം.
ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ്. ഒന്നില്ലെങ്കിൽ -7.45 ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായിരിക്കണം. അതിനേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത സംഖ്യ -8 ആണ്. അപ്പൊ നെഗറ്റീവ് സംഖ്യ വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതിന് തൊട്ട് മുന്നത്തെ സംഖ്യ വേണം എടുക്കാൻ. നെഗറ്റീവ് എന്താണ് 8. 2.75 ഇതിനേക്കാളും ചെറിയ സംഖ്യ 2 കണ്ടോ. 3 പറയാനില്ല. 0.74 0.74 ചെറുത് എന്താണ് 0. 3 പറഞ്ഞെന്ന് വെച്ചാൽ 3 വെറുതെ നമ്മൾ എഴുതിയതിന്റെ അർത്ഥം 3.00 ആണ്. അപ്പൊ ഒരു സംഖ്യ മാത്രമാണെങ്കിൽ അത് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ എന്താണ് അത് തന്നെ എഴുതിയാൽ മതി. കിട്ടിയോ? ഓക്കെ. സോ ഇവിടേക്ക് നിങ്ങൾ വായിച്ചു നോക്കുക. ഇവിടെ നമ്മൾ ഇതിനൊരു സ്റ്റെപ്പ് പോലെ അതിന്റെ ഗ്രാഫുകൾ ഇങ്ങനെ കാണാം. +1 നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് +1 ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഇല്ലെങ്കിൽ +1 ക്ലാസ് നമ്മളൊന്ന് റെഫർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ R ആണ് ഈ ഫംഗ്ഷൻ വരിക. ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുക? മറ്റൊരു പേര് ഫ്ലോർ ഫംഗ്ഷൻ എന്നാണ്. കാരണം ഇത് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ പോലെയാണ്. മുകളിലേക്ക് സ്റ്റെപ്പ് സ്റ്റെയർ കേസ് പോലെയാണ് ഇത് നമുക്ക് കാണപ്പെടുക. ഇനി ഡൊമൈൻ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ ഇസ് എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. നമ്മൾ ഡൊമൈൻ ആണ് നോക്കേണ്ടത്. ഡൊമൈൻ എപ്പോഴും റിയൽ നമ്പർ ആയിരിക്കും. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്റീജർ ആയിരിക്കും. ഇന്റഗ്രൽ വാല്യൂസ് അത് വാല്യൂസ് ആയിരിക്കും. -8 -5 പോയിന്റ് ഉണ്ടാവില്ല. അടുത്തത് സിഗ്നം ഫംഗ്ഷൻ. The function f defined by f of x, that is y, is equal to modulus x by x where x not equal to 0. Okay, x 0 അല്ലെങ്കിൽ, അതായത് x 0-യേക്കാൾ വലുതോ 0-യേക്കാൾ ചെറുതോ ആണെങ്കിൽ ഇങ്ങനെ എടുക്കണം, മോഡുലസ് x by x. x 0 ആണെങ്കിൽ ഉത്തരം എന്താണ്? 0 തന്നെ. ഇത്തരം ഫംഗ്ഷൻ ആണ് സിഗ്നം ഫംഗ്ഷൻ. മറ്റൊരു രീതിയിൽ നിങ്ങൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത് കണ്ടോ. x greater than 0 1 എടുക്കുക, x less than 0 -1 എടുക്കുക, x is equal to 0 y-യുടെ വില 0. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക സിഗ്നം ഫംഗ്ഷന്റെ. ക്ലിയർ ആണോ? Is called a signum function. The domain of the signum function is the set of real numbers and the range is always -1 0 1. -1 0 1 ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഇത് റേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. If a is a positive real number other than unity, then a function that associates each x belongs to R2 a raised to x is called the exponential function. അതർ ദാൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാവാൻ പാടില്ല. ഇപ്പൊ 2 raised to 5 അങ്ങനെയൊക്കെ പറയാം നമുക്ക്. പക്ഷെ ഈ 2 എന്നുള്ള പൊസിഷൻ ഒന്ന് നോക്കാം. കാരണം 1 raised to 5 എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്ന് തന്നെയാണ്. അപ്പോൾ യൂണിറ്റി അല്ലാതെയുള്ള ഏതൊരു ഫംഗ്ഷനെ നമുക്ക് എന്ത് പറയാം? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയാം. ഏതൊരു സംഖ്യ എയുടെ പ്ലേസിൽ വന്നാൽ ദിസ് ഈസ് ദ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംഖ്യയുടെ മീതെ എന്തെങ്കിലും ഇടുക, അതാണ് എക്സ്പോണൻഷ്യൽ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പൊ in other words, function f R2 are defined by f of x is equal to a raised to x where a greater than 0 and a not equal to 1 is called the exponential function. You observe that the domain of an exponential function is R. Domain എപ്പോഴും R ആണ്. ഓക്കെ, കാരണം ഇവിടെ ഈ x നമുക്ക് ഇഷ്ടമുള്ള വില കൊടുക്കാം. The set of real numbers and the range is the set infinity. എത്രയാണ് എന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ഇൻഫിനിറ്റി ആണ്. ദിസ് ഈസ് പോസിറ്റീവ് വാല്യൂ ഫംഗ്ഷൻ ആണ്. അപ്പൊ കണ്ടോ, എക്സിന് വില കൊടുത്തു, വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ് ഇതിങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കും. ഇനി പിന്നെ എ ഗ്രേറ്റർ ദാൻ 1. ഇപ്പൊ നമ്മൾ എടുത്ത സംഖ്യ, അതായത് ഇവിടെയുള്ള ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത് അത് 1-നേക്കാളും വലുതാണെങ്കിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ f of x a raised to increases as the value x increases. x കൂടുന്തോറും x ഇവിടെ 1 ആയി, x 2 ആയി. അപ്പൊ എന്താണ്, a പോസിറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെ എന്താണ് വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. ഇങ്ങനെയാണ് ഗ്രാഫ് പോവാ. y is equal to 2 raised to x കൊടുക്കുന്നു, 3 raised to x, 4 raised to x കൊടുക്കുന്നു. കണ്ടോ, ഓരോന്നിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ f of x is equal to a raised to x less than 1 for x less than 0, equal to 1 for x is equal to 0, greater than 1 for x is greater than 0. x-ന്റെ വില 0-യേക്കാൾ ചെറുതാണെങ്കിൽ f of x 1-നേക്കാളും ചെറുതായിരിക്കും. x-ന്റെ വില ആണെങ്കിൽ f of x 1 ആയിരിക്കും. x-ന്റെ വില 0-യേക്കാൾ വലുതാണെങ്കിൽ, x എന്ന് പറഞ്ഞാൽ ഇതാണ് മൂല്യം, 0-യേക്കാൾ വലുതാണെങ്കിൽ a raised to x, അതായത് നമ്മുടെ y-യുടെ വിലയും 1-നേക്കാൾ വലുതായിരിക്കും. ഈ കേസ് 2 പറയുന്നുണ്ട്, when a എന്ന് പറഞ്ഞാൽ 0-യേക്കാളും വലുതാണ് എന്നാൽ 1-നേക്കാളും ചെറുതാണ്. അങ്ങനെ വരാമല്ലോ, 0-നേക്കാളും വലുതും 1-നേക്കാളും ചെറുതും. In this case, the value of y f of x is equal to a raised to x decreases with increase in the value of x and y. ഈ കേസിലാണെങ്കിൽ when x less than 0, a raised to x greater than 1. നേരത്തെ കേസ് ഒന്ന് ആലോചിക്കേ. നേരത്തെ കേസ് when x less than 0 less than 1. x-ന്റെ വില 0-യേക്കാൾ ചെറുതാണെങ്കിൽ ഇവിടെ കുറയും, കൂടുമ്പോൾ കൂടും. x-ന്റെ വില കൂടുമ്പോൾ y-യുടെ വില കൂടും, x-ന്റെ വില കുറയുമ്പോൾ y-യുടെ വില കുറയും. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പറയുന്ന കേസിൽ. അതായത് a-യുടെ വില
നേരത്തെ പൂജ്യത്തെക്കാളും ഒന്നിനേക്കാളും വലുതായിരുന്നു. ഇവിടെ ഒന്നിനേക്കാളും ചെറുതാണ്, എന്നാൽ പൂജ്യത്തിനേക്കാളും എന്താണ് വലുതുമാണ്. അങ്ങനെയുള്ള കേസ് ഒന്നിനേക്കാളും ചെറുതും പൂജ്യത്തിനേക്കാളും വലുത്. സപ്പോസ് 0.6, 0.5 അങ്ങനെയൊക്കെ ആണെങ്കിൽ എക്സിന്റെ വില കുറയുമ്പോൾ വൈയുടെ വില കൂടും. എക്സിന്റെ വില 0 ആകുമ്പോൾ വൈയുടെ വില 1. എക്സിന്റെ വില 0നേക്കാളും കൂടുതലാകുമ്പോൾ വൈയുടെ വില എന്താണ് ഒന്നിനേക്കാളും കുറവായിരിക്കും. എന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരാം, താഴേക്ക് കുറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലോഗരിതമിക് ഫംഗ്ഷൻസ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ പഠിക്കുമ്പോഴാണ് അത് കൂടുതലായിട്ട് വരുന്നത്. a greater than 0 and a not equal to 1, the function defined by f of x is equal to log a to the base x. The x greater than 0 is called the logarithmic function. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവും എന്താണ് ലോഗരിതമിക് എന്നുള്ളത്. Previously we have learned that the logarithmic function and exponential functions are inverse of each other. Log a x is equal to y x a raised to y. അതായത് ഇപ്പൊ എക്സ് ഇസ് ഇക്വൽ ടു എ റേസ് ടു വൈ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ നമുക്ക് അറിയാമെങ്കിൽ ലോഗ് നമ്മൾ എങ്ങനെ എഴുതണത്, ദിസ് ഇക്വൽ ടു ലോഗ് ലോഗ് എക്സ് ടു ദ ബേസ് എ ഇസ് ഇക്വൽ ടു എന്താണ് വൈ. ക്ലിയർ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ 16 എഴുതണം. 16 ഇസ് ഇക്വൽ ടു 4 സ്ക്വയർ. ക്ലിയർ? അപ്പൊ നമ്മൾ ലോഗ് എന്താണ്, ലോഗ് 16 ടു ദ ബേസ് എന്താണ്, ടു ദ ബേസ് 4 ഇസ് ഈക്വൽ ടു 2 എന്ന് ഉത്തരം. ഇതാണ് ലോഗരിതം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത്. So note that the domain of the logarithm function is a set of all non-negative real numbers. എല്ലാ non-negative real numbers ആയിരിക്കും എന്താ domain ആയിട്ട് വരിക. And range is a set of all real numbers. So this is the graph looks like. ആക്ച്വലി നിങ്ങളിത് +1 കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കണം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം നമുക്ക് കണക്ക് ചെയ്യാൻ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ വരും ഇങ്ങനെ. അപ്പൊ അത് ഏത് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി ഒരു പരിചയക്കുറവ് തോന്നില്ല. When a greater than 1, in this case we have log a ഒന്നിനേക്കാളും വലുതാണെങ്കിൽ എന്താണ് എക്സ് ഇസ് ഇക്വൽ ടു 1 ആണെങ്കിൽ ലോഗരിതം 0 ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ലോഗരിതം 0നേക്കാളും വലുതായിരിക്കും. അതായത് വൈയുടെ വില. ഇനി 0നും 1നും ഇടയിലാണ് എക്സ് എങ്കിലോ ഉത്തരം 0നേക്കാളും ചെറുതായിരിക്കും. ഇതാണ് അതിന്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എയുടെ വില 0നും 1നും ഇടയിലാണെങ്കിൽ ഇങ്ങനെയാണ് കേസ്. അതായത് എക്സിന്റെ വില ഒന്നിനേക്കാളും ചെറുതും പൂജ്യത്തിനേക്കാളും വലുതുമാണെങ്കിൽ വൈയുടെ വില പൂജ്യത്തിനേക്കാളും വലുതായിരിക്കും. എക്സ് 1 ആണെങ്കിൽ വൈയുടെ വില 0 ആയിരിക്കും. എക്സ് 1നേക്കാളും വലുതാണെങ്കിൽ വൈയുടെ വില 0നേക്കാളും ചെറുതായിരിക്കും. ഈ ഗ്രാഫ് ഇങ്ങനെയാണ് നിൽക്കുക. ഓക്കെ, വാല്യൂ ഓഫ് വൈ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എക്സ്. വൈയുടെ വില കുറയുന്നു, എക്സിന്റെ വില കൂടുന്നു. എക്സിന്റെ വില കൂടുന്നതനുസരിച്ച് വൈയുടെ വില എന്തെങ്കിലും കുറയും. ഇവിടെ നോക്കിയേ, വൈയുടെ വില ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എക്സ്. ഇവിടെ ഒപ്പൊപ്പാണ്. എക്സിന്റെ വില കൂടുമ്പോൾ വൈയുടെ വില കൂടും, ആദ്യം പറഞ്ഞ കേസ്. രണ്ടാമത് പറഞ്ഞ കേസില് എക്സിന്റെ വില കുറയുമ്പോൾ വൈയുടെ വില എന്താ കൂടും, എക്സിന്റെ വില കൂടുമ്പോൾ വൈയുടെ വില കുറയും. ഓപ്പോസിറ്റ് ആണ്. അടുത്ത സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ. The function that associates a real number x to positive root x is called the square root function. Note that root x is a real for x greater than or equal to 0. So the function f r plus 2r defined by f of x is equal to root x. F of x എന്ന് പറഞ്ഞാൽ root x ആണ്, y എന്ന് പറഞ്ഞാൽ root x ആണ്. Suppose this is എന്താണ് 4. ഇപ്പൊ root x ന്റെ വില എന്തായിരിക്കും 16. കണ്ടോ? Is called the square root function. Clear, the domain of the square root function is positive r plus. Real number അല്ല, പോസിറ്റീവ് സംഖ്യകളായിരിക്കും ഡൊമൈൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 0 to infinity. അത് ക്ലോസ് ആണ്, 0ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഉണ്ടോ? 0ന്റെ ബാക്കിലേക്ക് ഇല്ല, ക്ലോസ്ഡ് ആണ്. ഓപ്പൺ ആണ് ഇൻഫിനിറ്റി. നമുക്ക് അറിയില്ല എത്രയാണ്, അനന്തമാണ് സംഖ്യകളുടെ എന്താണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ, എന്തോരം വേണമെങ്കിലും എഴുതാം. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇൻഫിനിറ്റി ആണ് അതിന്റെ റേഞ്ചിന്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത്. f of x root x ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ലുക്സ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് ആൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറച്ച് ആൾജിബ്രയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, സം ഓഫ് ടു ഫംഗ്ഷൻസ്. രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, കൂട്ടാൻ പോകുന്നു. എഫ് d1 to r1 ഒരു ഫംഗ്ഷൻ ആൻഡ് ജി എന്ന് പറഞ്ഞ മറ്റൊരു ഫംഗ്ഷൻ. ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടുകയാണ്. f plus g. ഇതാണ് f plus g. ദാറ്റ് ഈസ് d1 to എന്താണ് d2 such that f plus g of x. ഇങ്ങനെയാണ് ഞാൻ പറയാം.
എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷൻ നമുക്ക് അങ്ങനെ കൂട്ടാനായിട്ട് പറ്റും. എങ്ങനെയാണ് എഫ് ഓഫ് എക്സിനോട് ജി ഓഫ് എക്സ് കൂട്ടാൻ പറ്റും. ക്ലിയർ? ഇനി പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്, രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ അതിന്റെ പ്രോഡക്റ്റുകൾ പറയണം. ലെറ്റ് എഫ് d1 to r d2 r two real function, then their product or point wise multiplication fg is a function from d1 intersection to to r and is defined as, ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക fg of x is equal to f of x into g of x. രണ്ടും കൂടി ചുമ്മാ അങ്ങോട്ട് ഗുണിച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ഡിഫറൻസ് ഓഫ് ടു ഫംഗ്ഷൻസ്. ഡിഫറൻസ് ഇതുപോലെ തന്നെയാണ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. കൂടുതലാണെന്ന് പറയുന്നത് പ്ലസ് വണ്ണിൽ പഠിച്ച കാര്യമാണ്. എഫ് ഓഫ് എക്സിൽ നിന്ന് ജി ഓഫ് എക്സ് എന്ത് ചെയ്യാൻ മതി, കുറച്ചാൽ മതി. കാണിക്കുന്ന എങ്ങനെയാണ് എഫ് മൈനസ് ജി ഓഫ് എക്സ്. ദെൻ കോഷന്റ് ഓഫ് ടു ഫംഗ്ഷൻസ്, അതായത് നമ്മൾ ഹരിക്കാൻ പോവുകയാണ്. ഹരിക്കുമ്പോൾ എഫ് ബൈ ജി, എഫ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ്. ക്ലിയർ? ഓക്കെ. യെസ്. സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. Let f d2r be a real function and alpha be a scalar. ഒരു നമ്പർ ആണ് സ്കാലർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നമ്പർ ഉപയോഗിച്ച് നമ്മൾ ഒരു ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. Then the product of alpha f is a function from d to r and is defined as, ഇപ്പൊ 2 ഇൻറ്റു ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണം. അപ്പൊ 2f ഇത്രയും പറയുള്ളൂ. അപ്പൊ ആൽഫ എഫ് ഓഫ് എക്സ് is equal to alpha f into f of x. Alpha into f of x. What is f of x? Y. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ ആണ് y സമം എന്താണ് എക്സ് സ്ക്വയർ. ഇതൊരു ഫംഗ്ഷൻ ആണ്. ക്ലിയർ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, രണ്ടു കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഞാൻ ഇവിടെ രണ്ടോണ്ട് ഗുണിച്ചിട്ട് ഇവിടെ രണ്ടോണ്ട് ഗുണിച്ചു, അത്രേ ഉള്ളൂ. ക്ലിയർ? റെസിപ്രോക്കൽ ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ റെസിപ്രോക്കൽ എങ്ങനെയാണ്? d to r is a real function that its reciprocal form is 1/f. ഈ ഫംഗ്ഷൻ തിരിച്ചിടുക. ഓക്കെ. Function from d minus x f of x is equal to 0. 0 പെരിഡിലാണ് and is defined as 1/f is equal f of x is equal to 1/f of x, where f of x 0 ഉൾപ്പെടാൻ പാടില്ല. കാരണം 1/0 നമുക്ക് നോട്ട് ഡിഫൈൻഡ്. 1/0 അങ്ങനെ ഒരു സംഭവം ഇല്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് 0 ഉൾപ്പെടാതെയുള്ള ഏതൊരു ഫംഗ്ഷന്റെ നമുക്ക് എന്താണ് അതിനെ റിവേഴ്സ് ചെയ്യാം. ദാറ്റ് ഈസ് റെസിപ്രോക്കൽ എന്ന് പറയും. That's all about part 6. Please visit part 7, types of functions. നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് നമ്മുടെ +2ന്റെ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഫംഗ്ഷൻസിന്റെ പാർട്ടിൽ ചോദിക്കുന്ന വിവിധ ടൈപ്പ് ഓഫ് 1 to 1 on to അങ്ങനെയുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. +1ൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് +2 ലെവലിൽ നമ്മൾ കുറച്ച് കണക്കുകൾ അതിനെ വെച്ച് ചെയ്യാനുണ്ട്. സർജക്റ്റീവ്, ഇൻജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ പ്ലീസ് ഡു നോട്ട് മിസ് ദ ക്ലാസ്. ഓക്കെ. ഇതുവരെ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ. നമ്മൾ ഏപ്രിൽ 15th വരെ നമ്മുടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് സ്കീം ക്യാൻസൽ ആയി പോകും. നമുക്ക് ഫുൾ പേയ്മെന്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. സോ പ്ലീസ് ജോയിൻ.